ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 4-ലെ സൂ ജിയോഗ്രഫി എന്ന ടോപ്പിക്കിലെ ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോ. എന്താണ് സൂ ജിയോഗ്രഫി? മൃഗങ്ങളുടെ ജീവശാസ്ത്രപരമായ വിതരണവുമായി ബന്ധപ്പെട്ട ജൈവഭൂമി ശാസ്ത്രത്തിന്റെ ശാഖയാണ് സൂ ജിയോഗ്രഫി. അതായത് ഒരു ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എർത്തിൽ എവിടെയൊക്കെയാണ് മൃഗങ്ങളെ വിതരണം ചെയ്തിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിനെ കുറിച്ചുള്ള ബന്ധപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ് സൂ ജിയോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രം, ഫിസിയോഗ്രാഫി, കാലാവസ്ഥ, ഭൂമിശാസ്ത്ര ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിതരണത്തെ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് ഓരോ ഭൂപ്രകൃതിയിലെ അവിടുത്തെ ഭൂമിശാസ്ത്രം, then അവിടുത്തെ ഫിസിയോഗ്രാഫി, കാലാവസ്ഥ, ഭൂമിശാസ്ത്ര ചരിത്രം, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃഗങ്ങളുടെ വിതരണത്തെ വിശദീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും മൃഗങ്ങളുടെ വിതരണം പലതരത്തിലുണ്ട്. അതിൽ ഒന്നാമത്താണ് തുടർച്ചയായ വിതരണം അഥവാ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അടുത്തത് തുടർച്ചയില്ലാത്ത വിതരണം, അതായത് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത്തത് സമാന്തര വിതരണം അല്ലെങ്കിൽ പാരലൽ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് ഒറ്റപ്പെട്ട വിതരണം, ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് ബൈപോളാർ വിതരണം, അതായത് പോളാർ റീജിയനിലുള്ള വിതരണം. അതിൽ ഒന്നാമത്താണ് തുടർച്ചയായ വിതരണം അഥവാ കണ്ടിന്യൂസ് അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും മൃഗങ്ങളുടെ വിതരണത്തെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ജീവജാലങ്ങൾ ഈ ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്നെങ്കിൽ ആ ഒരു വിതരണത്തെയാണ് തുടർച്ചയായ അഥവാ കണ്ടിന്യൂസ് അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം എലികൾ, വവ്വാലുകൾ, കാക്കകൾ, പാരമീസ്, ഈ ജീവികൾ എല്ലാ സ്ഥലത്തും ഭൂമിയിലെ എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നവരാണ്. എല്ലാ ഭൂപ്രകൃതിയിലും വസിക്കുന്നവരാണ്. ഇത്തരം വിതരണത്തെയാണ് തുടർച്ചയായ വിതരണം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് തുടർച്ച ഇല്ലാത്ത വിതരണം അഥവാ ഡിസ്ജങ്ക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം വേർതിരിക്കപ്പെട്ട, എന്തായത് എന്തെങ്കിലും ഒരു ബാരിയർ കൊണ്ട് വേർതിരിക്കപ്പെട്ട ചുറ്റുപാടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന മൃഗങ്ങളുടെ വിതരണത്തെയാണ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം പെരിപാറ്റസ്. അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യ, മലയ, ന്യൂസിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഈസ്റ്റ് ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഒരു ജീവിയെ കാണാൻ കഴിയൂ. അതുപോലെ ഒട്ടകപക്ഷി തെക്കൻ അർദ്ധഗോളത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ ഒരു ഭാഗത്ത് മാത്രമേ കാണപ്പെടുന്നു. യമു ഓസ്ട്രേലിയയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ സൂര്യ കാണുമെങ്കിലും ജന്മദേശത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ശ്വാസകോശ മത്സ്യം, ലങ്സ് ഉള്ള ഫിഷസ്, അത് പ്രോട്ടോപ്റ്ററസ് എന്നൊരു ടൈപ്പ് ഉണ്ട്, അത് ആഫ്രിക്കയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ ലെപ്പിഡോസിറൻ എന്ന ടൈപ്പ് ഉണ്ട്, അത് തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. നിയോ സെറാറ്റോട്ടസ്, അത് ഓസ്ട്രേലിയയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുപോലെ കിവി ന്യൂസിലാൻഡിലും സ്ട്രൂത്തിയോ ഒട്ടകം ആഫ്രിക്കയിലും മാത്രം കാണപ്പെടുന്നു. ഇങ്ങനെ ഒരു വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന ആ ജീവികളുടെ ഡിസ്ട്രിബ്യൂഷനാണ് തുടർച്ചയില്ലാത്ത വിതരണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ജീവികൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കാണപ്പെടുന്നത്? കോണ്ടിനൽ ഡ്രിഫ്റ്റ്, അതായത് ഭൂഖണ്ഡം സ്പ്ലിറ്റ് ആയി പോകുന്നത് കൊണ്ട് കോണ്ടിനൽ ഡ്രിഫ്റ്റ് വരുമ്പോൾ ചില ഭൂഖണ്ഡത്തിലുള്ള ജീവജാലങ്ങൾ ഡ്രിഫ്റ്റ് വരുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ പല ഏരിയയിലേക്ക് മാറ്റപ്പെട്ടു പോകുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഒച്ചുകൾ, പ്രാണികൾ ഇവയുടെ റാഫ്റ്റിങ്ങിലൂടെ, റാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തു വഴി ഒഴുകി ഒഴുകി ആ ജീവികൾ വേറൊരു സ്ഥലത്ത് ചെന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. ആ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, തുടർച്ചയില്ലാത്ത രീതിയിൽ വിതരണം ഉണ്ടാകാം. അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്നതിലൂടെയും നീന്തുന്നതിലൂടെയും കടലാമകൾ വേർതിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. കൊടുങ്കാട്ടിൽപ്പെട്ട പക്ഷികൾ മറ്റൊരു ഏരിയയിൽ ചെന്ന് ചേക്കേറി അവിടെ ജീവിക്കാൻ തുടങ്ങുന്നു. സ്പീക്ക് സ്റ്റേക്ക് റൂട്ടുകളുടെ മൃഗങ്ങളും വിദൂര പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രത്യേക രീതിയിലുള്ള സഞ്ചാര മൂവ്മെന്റിലൂടെ ജീവികൾ എന്ത് ചെയ്യുന്നു, പല സ്ഥലത്തേക്ക് എത്തിച്ചേരാറുണ്ട്. അതുപോലെ ഇന്റർമീഡിയറ്റ് പ്രദേശങ്ങളിലെ ഭൂപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ചില ഏരിയയിലെ ഇടയ്ക്കുള്ള ഭാഗം, ജീവികൾ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗമായിരുന്നു, അവിടെ ഇടയ്ക്കുള്ള ഭാഗം വെള്ളത്തിൽ മുങ്ങിപ്പോയി അല്ലെങ്കിൽ വെള്ളത്തിനടിയിലെ ആകുമ്പോൾ ആ വെള്ളത്തിന്റെ ഒരു സാമീപ്യം കാരണം രണ്ട് സ്ഥലമായിട്ട് ഒറ്റപ്പെട്ടു പോവുകയും ജീവികൾക്ക് കണ്ടിന്യൂറ്റി ഇല്ലാതാവുകയും ചെയ്യും. അതുപോലെ ഇന്റർമീഡിയറ്റ് പ്രദേശങ്ങളിലെ ജീവികളുടെ വംശനാശം കൊണ്ട് ഏതെങ്കിലും ജീവികൾ വംശനാശം സംഭവിച്ചാലും ഇതുപോലെ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ ജീവികൾ കാണും. അടുത്തതാണ് സമാന്തര വിതരണം എന്ന് പറയുന്നത്, അതായത് പാരലൽ ഡിസ്ട്രിബ്യൂഷൻ. വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ വസിക്കുന്ന വ്യത്യസ്ത കൂട്ടം മൃഗങ്ങൾ സമാന ജീവിതശൈലി വികസിപ്പിക്കുന്നതിനെയാണ് സമാന്തര വിതരണം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളായിരിക്കും, ചിലപ്പോൾ രണ്ട് കോണ്ടിനെന്റ് ആകാം, അല്ലെങ്കിൽ മറ്റ് രണ്ട് കൺട്രീസ് ആവാം, ഏതെങ്കിലും രണ്ട് പ്രദേശങ്ങളായിരിക്കും
അത് വ്യത്യസ്തമായിട്ടുള്ള കൂട്ടം ജീവികൾ, പക്ഷെ അവരുടെ ജീവിത ശൈലി ഒരേപോലെ ആയിരിക്കാം, സമാന ജീവിത ശൈലി കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്തായിരിക്കാം? ഈ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് അവരെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ നേടിയെടുത്തതായിരിക്കാം. ഏതെങ്കിലും തരത്തിൽ ഒരു ബാരിയർ വന്ന് അതിനെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പ്രദേശത്ത് വിട്ടുപോയതായിരിക്കാം. അപ്പോൾ ആ രണ്ട് പ്രദേശങ്ങളിലൂടെയും അവർ ഒരേ ജീവിതശൈലി നയിക്കുന്നുവെങ്കിൽ ആ തരം ഡിസ്ട്രിബ്യൂഷനെയാണ് സമാന്തര വിതരണം എന്ന് പറയുന്നത്. ഉദാഹരണം മാർസുപ്പിയൽ പ്ലാസന്റൽ സസ്തനികൾ. ഇതിനെ കുറിച്ച് നമ്മൾ അനുകൂലന വികിരണം അല്ലെങ്കിൽ അഡാപ്റ്റർ റേഡിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പല വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഈ ജീവികൾ ഇങ്ങനെ വേർതിരിച്ച് പോകുമ്പോൾ പല പ്രദേശത്ത് പോയി പുതിയ ജീവിതം തുടങ്ങുന്നു. അത് ആ ജീവൻ തുടങ്ങുന്നതിൽ അവിടുത്തെ ജീവിത ശൈലികൾ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാം. അങ്ങനെ പല പ്രദേശത്ത് ജീവിക്കുന്ന ജീവികൾ സമാന സ്വഭാവങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അതാണ് സമാന്തര വിതരണം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഒറ്റപ്പെട്ട വിതരണം അഥവാ ഐസോലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രദേശത്ത് അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ട പ്രദേശത്ത് മാത്രം കാണുന്ന ജീവജാലങ്ങളെ അതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഒറ്റപ്പെട്ട വിതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എക്ലിഗ്ന. ഓസ്ട്രേലിയയിലെ മാത്രം ചില പ്രദേശങ്ങളിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. അടുത്തതാണ് ബൈപോളാർ വിതരണം. സ്വാഭാവികമായിട്ട് പോളാർ റീജിയനിൽ ജീവിക്കുന്ന ജീവികൾ എന്റെ പ്രത്യേകം നമുക്ക് ഏറ്റവും തണുത്ത അന്തരീക്ഷത്തിൽ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളായിരിക്കും. അവർക്കൊരിക്കലും ചൂടുള്ള ഒരു കാലാവസ്ഥയിലേക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ജീവികൾ ആ തണുത്ത കാലാവസ്ഥ ആർട്ടിക് പ്രദേശങ്ങളെ പോലുള്ള കാലാവസ്ഥയിൽ മാത്രം പൊരുത്തപ്പെട്ടു പോകുന്നവരായിരിക്കും. ഒരിക്കലും അവർക്ക് മറ്റൊരു ചൂടുള്ള പ്രദേശങ്ങളിൽ കുടിയേറി പറക്കാൻ കഴിയില്ല. അങ്ങനെ ധ്രുവപ്രദേശത്ത് മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോയ ജീവജാലങ്ങളുടെ വിതരണത്തെയാണ് ബൈപോളാർ വിതരണം എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ പെൻഗ്വിനുകൾ. ഇനി ഈ എല്ലാ വിതരണത്തിനും പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ വർഗീകരിക്കും, ക്ലാസിഫൈ ചെയ്യാം. പലതരത്തിലുള്ള വിതരണം പറഞ്ഞിട്ട് ഇതിനെയൊക്കെ മേജർ ആയിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ വർഗീകരിക്കാം. ക്ലാസിഫിക്കേഷൻ ആണ്, അതായത് മൃഗങ്ങളുടെ വിതരണത്തിൽ തന്നെ ക്ലാസിഫിക്കേഷൻ മൂന്ന് തരത്തിലുണ്ട്. ഒന്നാമത്തത് ജോഗ്രഫിക്കൽ വിതരണം. നേരത്തെ പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലും ഈ വിതരണം ചെയ്യപ്പെടുന്നു. അതിന് ഒന്നാമത്തെ ഒരു ടൈപ്പാണ് ജോഗ്രഫിക്കൽ വിതരണം. അതായത് കരയിലും വെള്ളത്തിലുമുള്ള ജീവികളുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിതരണം. അതായത് തിരശീനമായിട്ടുള്ള കരയിലും വെള്ളത്തിലും ഒരു തിരശീനമായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, ആ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ജോഗ്രഫിക്കൽ വിതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബാത്തിമെട്രിക് വിതരണം. അതായത് കരയിലും വെള്ളത്തിലുള്ള ജീവികളുടെ ലംബമായിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു ടൈപ്പാണ് ബാത്തിമെട്രിക് വിതരണം എന്ന് പറയുന്നത്. അത് മൂന്ന് തരത്തിലാകാം. ഹാലോബയോട്ടിക്, അതായത് കടലിൽ മാത്രം കാണപ്പെടുന്ന ജീവജാലം. പിന്നെ ലിംനോബയോട്ടിക്, ശുദ്ധജലത്തിലുള്ള മൃഗങ്ങളുടെ വിതരണം. ജിയോബയോട്ടിക്, അത് ലാൻഡ് കരപ്രദേശത്തുള്ള ജീവികളുടെ വിതരണം. ഇങ്ങനെ കരയിലും വെള്ളത്തിലുമായിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ബാത്തിമെട്രിക് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ജോഗ്രഫി വിതരണം എന്ന് പറയാം. അടുത്തത് ജിയോളജിക്കൽ വിതരണം. ജിയോളജിക്കൽ വിതരണം പൂർവ്വകാലത്തുണ്ടായിരുന്ന പാസ്റ്റിൽ ഉണ്ടായിരുന്ന ജീവികളുടെ വിതരണത്തെ കുറിച്ച് പറയുന്നതാണ് ജിയോളജിക്കൽ വിതരണം. അതിനെ വേറൊരു പേര് കൂടെ പറയും പാലിയന്റോളജി. പാലിയന്റോളജിയും പാലിയോ ബോട്ടണിയും തമ്മിൽ പാലിയോ ബയോളജിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഫോസിലുകൾ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിലും ഇവിടെ ആ കാലഘട്ടം മുഴുവൻ അവിടെ ജീവികളുടെ വിതരണത്തെ ഉൾപ്പെടെ പറയുന്നുണ്ട്. മറ്റേത് ഫോസിലിനെ കുറിച്ചായിരിക്കും കൂടുതലും പറയുന്നത്. അപ്പോൾ പാലിയന്റോളജിയും പാലിയോ ബയോളജിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പാലിയന്റോളജി എന്ന് പറയുന്നത് ജിയോളജിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ജീവജാലങ്ങളുടെ ആ വിതരണത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. വിതരണത്തിന് കാരണമാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടറാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്താണ് ഫിസിക്കൽ ബാരിയർ അല്ലെങ്കിൽ ഭൗതികപരമായ തടസ്സം. പർവ്വതങ്ങളുടെ പ്രസൻസ് കൊണ്ടോ മലനിരകളുടെ പ്രസൻസ് കൊണ്ടോ വലിയ തടാകങ്ങൾ, നദികൾ, സമുദ്രങ്ങളുടെ പ്രസൻസ് കൊണ്ടോ പല ജീവികളും പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകാറുണ്ട്. അതാണ് ഭൗതികപരമായിട്ടുള്ള തടസ്സം കൊണ്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. കാലാവസ്ഥപരമായിട്ടുള്ള തടസ്സം. കാലാവസ്ഥപരമായ ക്ലൈമറ്റിക് ബാരിയർ കാരണം പലതരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കാറുണ്ട്. അതായത് താപനില, ഈർപ്പം, പ്രകാശം, ഇതിന്റെ ഒരു വേരിയേഷൻ അനുസരിച്ച് പല ജീവികളും പല പ്രദേശത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ആകാറുണ്ട്. ജൈവപരമായിട്ടുള്ള തടസ്സം, അതായത് ബയോളജിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഉദാഹരണം ആഹാരത്തിന് വേണ്ടി മത്സരം നടത്താം, കോമ്പറ്റീഷൻ നടത്തും, അല്ലെങ്കിൽ വേട്ടയാടൽ, ഇരപിടുത്തം, പ്രിഡേഷൻ. അത് ശത്രുക്കൾ തമ്മിൽ മത്സരം ഉണ്ടാകാം, അല്ലെങ്കിൽ ശത്രുക്കളെ കാണുമ്പോൾ മറ്റ് ജീവികൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രദേശത്ത് മറ്റു സ്ഥലത്തേക്ക് ഓടിച്ചെല്ലാം. അങ്ങനെ ആഹാരം അല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങനെയുള്ള ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പുതിയ പരിസ്ഥിതിയിൽ യോജിക്കാനുള്ള കഴിവ്. ഒരു ജീവി മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലവുമായിട്ട് ഇഴുകിച്ചേർന്ന ജീവികളുടെ കഴിവ്, പുതിയ ആവാസ വ്യവസ്ഥകളുടെ പ്രേരണ, അങ്ങോട്ട് മാറാനുള്ള ഒരു പ്രേരണ, ഇതൊക്കെ ബയോളജിക്കൽ ഘടകങ്ങളാണ്. ജിയോ ടെക്ടോണിക് ഘടകങ്ങൾ, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഭൂചലനങ്ങൾ,
വൻതോതിലുള്ള മണ്ണൊലിപ്പ് കാരണവും ചിലപ്പോൾ ജീവികളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പല ജീവികളും പല പ്രദേശത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ചെറിയ 2 ടോപ്പിക് കൂടെ ആകുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി 2 ടോപ്പിക്കിലോട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.